വെൽക്കം ടു CK മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സൈറ്റ് സർവേക്ക് പോകാൻ തയ്യാറായി ബോക്സുവിനൊപ്പം സോജിയോങ് വണ്ടിയിൽ കയറുന്നു. പോകേണ്ട സ്ഥലങ്ങളുടെ ഒരു റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫയൽ അവൻ അവളെ ഏൽപ്പിക്കുന്നു. റിപ്പോർട്ട് നൽകാൻ ഓരോ സ്ഥലത്തിൻ്റെയും ഫോട്ടോ എടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ സോജിയോങ്ങിന് അവൻ്റെ കാര്യപ്രാപ്തിയിൽ മതിപ്പ് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് ഇംപ്രസ് ചെയ്യിച്ചല്ലേ എന്ന് അവൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ പിന്നെ നീ പറയുന്നത് എന്താണെന്ന് ബോധമെങ്കിലും നിനക്കുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നവൾ പറയുന്നു. നിനക്ക് പണ്ടറിയാമായിരുന്ന ബോക്സും അല്ല ഞാനിപ്പോൾ. വർഷങ്ങളായി ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളിലും ഞാൻ മിടുക്ക തന്നെയാണ് എന്ന് അവൻ പറയുന്നു. നീ ഈ ഫീൽഡിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? നിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ സജഷനാണോ എന്നവൾ ചോദിക്കുന്നു. ഗേൾഫ്രണ്ടോ? ഏത് ഗേൾഫ്രണ്ട്? മിഞ്ചിയുടെ കാര്യമാണോ നീ പറയുന്നത്? കഴിഞ്ഞ 9 വർഷമായി എനിക്കൊരു ഗേൾഫ്രണ്ടുമില്ല. ഒരിക്കൽ ഞാൻ സാഹചര്യവശാൽ ഒരാളെ സഹായിക്കാനിടയായി. അയാൾ എനിക്ക് പ്രതിഫലം തരാമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അതിനുശേഷം ലീജിയോങ് ആണ് പറഞ്ഞത് ഈ മേഖലയിൽ നല്ലൊരു ഭാവി കണ്ടെത്താൻ കഴിയുമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് എന്നവൻ പറയുന്നു. ഈ ജോലി നിനക്ക് നന്നായി ചേരുമെന്ന് പറഞ്ഞപ്പോൾ അഭിനന്ദിക്കുന്നു. ഓക്കെ, ഞാൻ മാഡത്തിൻ്റെ കാര്യം നന്നായി ശ്രദ്ധിച്ചോളാം എന്നവൻ പറഞ്ഞപ്പോൾ മാഡമല്ല ടീച്ചർ എന്ന് വിളിക്കാൻ അവൾ പറയുന്നു. ഞാനിപ്പോൾ സ്റ്റുഡൻ്റായി അല്ല വന്നിരിക്കുന്നത് സോജിയോങ് എന്നവൾ പറഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ ടീച്ചറാണ് എന്നുള്ളത് മറക്കണ്ട. ലൈൻ ക്രോസ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചോളാം എന്നവൾ ഓർമ്മിപ്പിക്കുന്നു. അവനെ സംബന്ധിച്ച് വണ്ടി എടുക്കുന്നു. ബോക്സ് സൈറ്റിലെത്തിയെന്നറിയാൻ ലീജിയോങ് അവനെ വീഡിയോ കോൾ ചെയ്യുന്നു. അടുത്തുണ്ടായിരുന്ന മിഞ്ചിയും വേഗം ഫോൺ നരികിലെത്തുന്നു. വീഡിയോയിൽ ബോക്സിൻ്റെ സമീപത്തായി നിൽക്കുന്ന സോജിയോങ്ങിനെ കണ്ടതും മിഞ്ചിയുടെ ഭാവം മാറുന്നു. ലീജിയോങ് പെട്ടെന്ന് കോൾ കട്ടാക്കിയെങ്കിലും വണ്ടിയുടെ കീയും പേഴ്സും എടുത്ത് മിഞ്ചി അവിടേക്ക് പോകാനിറങ്ങുന്നതിനാൽ ലീജിയോങ്ങും അവൾക്ക് പുറകെ ചെല്ലുന്നു. സോജിയോങ് കൂടെ ചെല്ലുമെന്ന് ഞാനും അറിഞ്ഞിരുന്നില്ല. മിസ്റ്റർ പാർക്ക് ഇത്ര വലിയ പ്ലാനിങ്ങിലാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബോക്സിനെ വിടില്ലായിരുന്നു. മിസ്റ്റർ പാർക്ക് വന്നപ്പോൾ നീയും അവിടെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ശാന്തയാക്കാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യമാണ് ബോക്സ്. അതുകൊണ്ട് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞവൾ നിർബന്ധം പിടിക്കുന്നു. ജോലിയും പേഴ്സണൽ മാറ്റേഴ്സും കൂടി കൂട്ടിക്കുഴയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ കുറേ ശ്രമിച്ചെങ്കിലും രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ഞാനും ഒപ്പം വരാമെന്ന് അവൻ പറയുന്നു. സർവേ റിപ്പോർട്ട് നൽകാനുള്ള ഫോട്ടോസ് എടുക്കുന്ന കൂട്ടത്തിൽ സോജിയോങ് ബോക്സിൻ്റെ ഫോട്ടോസും എടുക്കുന്നുണ്ട്. നമുക്ക് സൈക്ലിംഗ് ചെയ്താലോ എന്നവൾ ചോദിക്കുന്നതിനാൽ അവനൊപ്പം ചെല്ലുന്നു. സൈക്കിൾ ചവിട്ടുന്ന കൂട്ടത്തിൽ നീ നന്നായി സൈക്കിൾ ചവിട്ടുന്നുണ്ടല്ലോ, ആരാണ് നിന്നെ ഇത്ര നന്നായി പഠിപ്പിച്ചത്? ആരായാലും മിടുക്കൻ തന്നെ എന്ന് ബോക്സ് പറഞ്ഞത് കേട്ട് അവൾ ചിരിക്കുന്നു. സ്കൂൾ ടൈമിൽ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ല. അത് പഠിക്കുന്ന സമയമുണ്ടെങ്കിൽ ഞാനൊരു essay കൂടെ പഠിച്ചേനെ എന്നൊരു ദിവസം സോജിയോങ് അവനോട് പറയുന്നു. എങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവനവളെ സൈക്കിൾ പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. നീ ഇത്ര നാളായിട്ടും എന്താണ് ഇതുവരെ ഇത് പഠിക്കാഞ്ഞത് എന്നവൻ ചോദിച്ചപ്പോൾ എന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നവൾ പറയുന്നുണ്ട്. അവനാണല്ലോ തന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചത് എന്ന് ഓർത്താണ് അവൾ ചിരിച്ചത്. ഇടയ്ക്ക് വിശ്രമിക്കാനിരുന്നപ്പോൾ എന്തോ ഓർത്ത് ചിരിക്കുന്ന സോജിയോങ്ങിൻ്റെ മുഖം പണ്ടത്തെ പോലെ അവൻ്റെ മനസ്സിലെക്കുന്നു. അവൻ്റെ നോട്ടം കണ്ട് പന്തികേട് തോന്നിയതിനാൽ അവൾ പതുക്കെ എഴുന്നേറ്റ് സൈക്കിളും എടുത്തു പോകുന്നു. അതിരുകൾ നിർണ്ണയിക്കുന്നത് അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയല്ലേ എന്ന് ബോക്സ് അവൾ പോയിടത്തേക്ക് നോക്കി പറയുന്നു. സൈക്കിളും എടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്ന് അവൻ്റെ പേര് ഉറക്കെ വിളിക്കുന്നവൻ കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സൈക്കിളിൽ ലീജിയോങ്ങും മിഞ്ചിയും കൂടി അടുത്തേക്ക് വരുന്നത് അവൻ കാണുന്നു. മിഞ്ചിയെ കണ്ടതും അവൻ സൈക്കിളും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പിന്നീട് അവർ 4 പേരും കൂടി ഒരുമിച്ചിരിക്കുന്നു. ഒരുപാട് നാളിന് ശേഷമായിരുന്നു ലീജിയോങ് അവളെ കണ്ടത്. നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ സുന്ദരിയാണ് എന്നവൻ പറഞ്ഞപ്പോൾ അത് മുഴുവൻ മേക്കപ്പാണ് നിന്നെ കാണാൻ വയ്യെന്ന് മിഞ്ചി അസൂയോടെ ചോദിക്കുന്നു. ലീജിയോങ് തൻ്റെ കമ്പനിയുടെ കാര്യം സൂചിപ്പിച്ചിട്ട് ഞാൻ CEO ആണെന്ന് പറഞ്ഞ് കാർഡ് അവൾക്ക് നൽകുന്നു. ഞാൻ സെയിൽസ് ടീം മാനേജറാണ്, ബോക്സു ബിസിനസ് ടീം മാനേജറും എന്ന് മിഞ്ചി പറഞ്ഞപ്പോൾ ടീം മാനേജർ ഞാനോ എന്ന് ബോക്സ് ചോദിക്കുന്നു. അതെ, കുറച്ച് ദിവസം മുമ്പ് നിനക്ക് പ്രൊമോഷൻ കിട്ടിയിരുന്നു എന്ന് മിഞ്ചി അവനോട് പറയുന്നു. ഞാനാണ് നിനക്ക് വലിയ പ്രൊമോഷൻ നൽകിയത് എന്ന് ലീജിയോങ്ങും പറയുന്നു. അതിനവിടെ നമ്മൾ 3 പേരും മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്ത് ടീം മാനേജറാണ്? ഏത് കമ്പനിയാണ് സ്റ്റാഫ് അറിയാതെ അവന് പ്രൊമോഷൻ നൽകുന്നത് എന്നൊക്കെ ചോദിച്ച് ബോക്സ് അവരെ കളിയാക്കുന്നു. എങ്കിൽ നീ അത് മറന്നേക്കൂ, ഞാനിപ്പോൾ എൻ്റെ മനസ്സ് മാറ്റി, നിന്നെ ഞാൻ ഡിമോട്ട് ചെയ്തിരിക്കുന്നു എന്ന് ലീജിയോങ് പറയുന്നു. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഞാൻ താങ്കളുടെ കമ്പനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് ബോക്സ് പറയുന്നു. ബോക്സിനൊപ്പം കമ്പനിക്ക് വേണ്ടി മരിക്കാൻ ഞാനും തയ്യാറാണ് എന്ന് മിഞ്ചിയും പറയുന്നു. അവരുടെ ആ സൗഹൃദം സോജിയോങ്ങിനെ അസൂയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അവർക്ക് പോവേണ്ടിയിരുന്ന സൈറ്റിൽ എല്ലാം ലീജിയോങ്ങും മിഞ്ചിയും അവരെ പിന്തുടരുന്നു. സഹികെട്ട് നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാണ്, എനിക്കിന്ന് ടൈറ്റ് ഷെഡ്യൂളാണ് എന്ന് പറഞ്ഞ് ബോക്സ് ദേഷ്യപ്പെട്ടെങ്കിലും 2 പേർക്കും ഒരു കുലുക്കവുമില്ല. അവർ അവനേക്കാൾ മുമ്പേ സോജിയോങ്ങിനരികിലേക്ക് പോകുന്നു. മിഞ്ചി സോജിയോങ്ങിന് ഒരു ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. നിനക്കിത് എന്ത് പറ്റി? ഇതിനു മുമ്പ് ഒരിക്കലും നീ എനിക്ക് കുടിക്കാനൊന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ എന്ന് സോജിയോങ് ചോദിച്ചപ്പോൾ വേണ്ടെങ്കിൽ കുടിക്കണ്ട എന്ന് പറഞ്ഞ് മിഞ്ചി അത് തിരികെ എടുക്കാൻ തുടങ്ങിയെങ്കിലും അവൾ അത് പിടിച്ചു വാങ്ങുന്നു. നിനക്കിപ്പോഴും ബോക്സിന് ഇഷ്ടമാണോ എന്ന് മിഞ്ചി അവളോട് ചോദിക്കുന്നു. പക്ഷേ സോജിയോങ് മറുപടി ഒന്നും നൽകാതെ മൗനം പാലിക്കുന്നത് കണ്ടപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാതിരിക്കുന്നത് കള്ളം പറയുന്നതിന് തുല്യമാണ് എന്ന് നിനക്കറിയാമോ? 9 വർഷങ്ങൾക്ക് മുൻപ് നീ ഇത് തന്നെയാണ് ചെയ്തത്. നീ ആൺകുട്ടികളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ മൗനം പാലിച്ചത് കൊണ്ടാണ് നീ പണക്കാരിയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചത്. അതേ തെറ്റ് തന്നെ നീ വീണ്ടും ആവർത്തിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് ബോക്സിനെ ഇഷ്ടമല്ലെങ്കിൽ
നീ അത് അവനോട് തുറന്നു പറയണം, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ വീണ്ടും അവൻ നിന്റെ വലയിൽ വീണു പോകും എന്ന് പറഞ്ഞ് മിഞ്ചി തിരിഞ്ഞടക്കുന്നു. അവൾ ആ പറഞ്ഞതൊക്കെ സോജിയോങ്ങിൻ്റെ ഉള്ളിൽ തട്ടുന്നു. വൈകിട്ട് സൈറ്റ് വിസിറ്റിംഗ് എല്ലാം ഏകദേശം കഴിയാറായി. അവർ മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മിഞ്ചിയും ലീജിയോങ്ങും മുന്നിൽ നടക്കുന്നു. അതിന് പുറകിൽ ബോക്സു, ഏറ്റവും പുറകിലാണ് സോജിയോങ്. ഇത് കഴിഞ്ഞ് നമുക്ക് ടീം ഡിന്നറിന് പോയാലോ എന്ന് മിഞ്ചി ലീജിയോങ്ങിനോട് ചോദിക്കുന്നു. പോകാം, ബോക്സുവിനോടും കൂടി പറയട്ടെ എന്ന് പറഞ്ഞവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബോക്സു സോജിയോങ്ങിനോട് എന്താ പറയാനുള്ളതുപോലെ അവളെ തിരിഞ്ഞിരിഞ്ഞ് നോക്കി വരുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത വിധത്തിൽ മിഞ്ചിയുടെ തോളിൽ കൈയിട്ട് അവളുടെ ശ്രദ്ധ മാറ്റി മുന്നോട്ട് സ്പീഡിൽ നടക്കുന്നു. ബോക്സ് പെട്ടെന്ന് തിരിഞ്ഞ് സോജിയോങ്ങിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവളെയും കൊണ്ട് തിരിഞ്ഞു ഓടുന്നു. കുറച്ചു ദൂരം എത്തിയിട്ടും അവൻ കൈവിടാത്തതിനാൽ ഇനി കയ്യിൽ നിന്ന് വിട്ടുകൂടെ എന്നവൾ ചോദിക്കുന്നു. അവൻ പതുക്കെ പിടിപെടുന്നുണ്ട്. ഈ സ്ഥലം നമ്മുടെ ലിസ്റ്റിലില്ലായിരുന്നല്ലോ എന്നവൾ ചോദിച്ചപ്പോൾ, ഇവിടെ വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നമ്മൾ പണ്ട് ഇതുപോലൊരു സ്ഥലത്ത് പോയി നിൽക്കാറുള്ളത് ഓർമ്മയുണ്ടോ എന്നവൻ ചോദിക്കുന്നു. ബോക്സിനൊപ്പം സ്ഥിരമായി പോകാറുണ്ടായിരുന്ന ആ സ്ഥലം സോജിയോങ് ഓർമ്മിക്കുന്നു. ഓർമ്മയുണ്ട്, ആ സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും ഞാനവിടെ പോയിരുന്നില്ല എന്നവൾ പറഞ്ഞപ്പോൾ, ഞാനത് ഊഹിച്ചിരുന്നു. കാരണം നിന്നെ മിസ് ചെയ്യുമ്പോഴും ഒരുപാട് മാനസിക സമ്മർദ്ദം തോന്നുമ്പോഴുമെല്ലാം ഞാനവിടെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല എന്നവൻ പറയുന്നു. നിനക്ക് എന്നോട് വെറുപ്പില്ലേ? നീ എനിക്കൊരു ഡ്രീം ഉണ്ടാക്കി തന്നു, ഞാനത് നേടിയെടുക്കുകയും ചെയ്തു. അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായേനെ, നിന്റെ ജീവിതം മറ്റൊരു രീതിയിലായേനെ എന്ന് സോജിയോങ് ചോദിക്കുന്നു. എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിനക്കിപ്പോഴും കഴിയും എന്നവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. അതെങ്ങനെ കഴിയും എന്നവൾ ചോദിച്ചപ്പോൾ, എൻ്റെ സ്വപ്നം എന്താണെന്ന് നീ മറന്നോ? ടീച്ചർ സോജിയോങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ആകുക എന്നതായിരുന്നില്ലേ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞവൻ നിഷ്കളങ്കമായി ചിരിക്കുന്നു. നീ എന്നെ വെറുത്ത് കാണുമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അന്നൊക്കെ എൻ്റെ ദുഃഖം മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞവൾ കരയുന്നു. ഞാൻ ഒരിക്കലും നിന്നെ വെറുത്തിട്ടില്ല, നീ കണ്ടത് മാത്രമല്ലേ നീ പറഞ്ഞുള്ളൂ എന്നവൻ പറഞ്ഞപ്പോൾ, ഞാനും അങ്ങനെയാണ് കഴിഞ്ഞ 9 വർഷമായി എന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് എൻ്റെ തെറ്റല്ല എന്ന്. പക്ഷേ പറയേണ്ടത് പറയാതിരിക്കുന്നതും കള്ളം പറയുന്നതിന് തുല്യമാണ് എന്ന് ഇന്നൊരാൾ എന്നോട് പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നിന്നോട് സോറി തോന്നേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സത്യത്തിൽ ഓരോ ദിവസവും എനിക്ക് നിന്നോട് സോറി ഫീൽ ചെയ്തിരുന്നു. ആ കുറ്റബോധം എന്നെ വല്ലാതെ ശല്യപ്പെടുത്തിയിരുന്നു എന്നവൾ പറയുന്നു. നീ എന്നോട് ക്ഷമിക്കണം, അന്ന് നിന്നെ വിശ്വസിക്കാതിരുന്നത് എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞവൾ കരയാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ഞാനിപ്പോൾ ശരിക്കും ഓക്കെയാണ്, കാരണം നീ എനിക്കൊപ്പം ഉണ്ടല്ലോ. നിന്നെ മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്, മറക്കാൻ കഴിയാതിരുന്നത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്നവൻ പറയുന്നു. നിനക്കിപ്പോഴും ഒരു മാറ്റവുമില്ലല്ലോ എന്ന് അവളും പറയുന്നുണ്ട്. ബോക്സ് അവളെ പിടിച്ച് നേരെ നിർത്തി മുടിയിൽ തലോടിയ ശേഷം അവളെ കിസ് ചെയ്യുന്നു. അവളും ഒരുപാട് കാലമായി കാത്തിരുന്നത് പോലെ അതിൽ അലിഞ്ഞിരുന്നു. ബോക്സ് പറ്റിച്ച് കടന്നു കളഞ്ഞത് കാരണം അവനെ തിരക്കി അലഞ്ഞു തിരിയുകയാണ് മിഞ്ചി. അവളോട് തിരച്ചിൽ മതിയാക്കി മടങ്ങാമെന്ന ലീജിയോങ് പറയുന്നുണ്ടെങ്കിലും അവളത് കേൾക്കാതെ അവനെ തിരിഞ്ഞ് നടക്കുകയാണ്. അവസാനം അവൾ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ബോക്സുവിനെയും സോജിയോങ്ങിനെയും കാണുന്നു. മിഞ്ചി സ്റ്റക്കായി നിൽക്കുന്നത് കണ്ട് കാര്യമറിയാൻ നോക്കിയപ്പോഴാണ് ലീജിയോങ് അവരെ കാണുന്നത്. അവൻ പെട്ടെന്ന് മിഞ്ചിയെ അത് കാണണ്ടെന്ന മട്ടിൽ പിടിച്ച് തിരിച്ചു നിർത്തുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരിടത്ത് മാറിയിരുന്നവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ കരയുകയാണെന്ന് മനസ്സിലായപ്പോൾ, ഞാൻ വണ്ടിയിൽ നിന്ന് ടിഷ്യൂ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞവൻ എഴുന്നേൽക്കുന്നു. മുന്നോട്ട് നടന്നിട്ട് പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചതുപോലെ മടങ്ങി വന്ന് കഴുത്തിൽ കിടന്ന ഷോൾ എടുത്ത് മിഞ്ചിയുടെ കഴുത്തിൽ ചുറ്റിക്കൊടുക്കുന്നു. മിഞ്ചിയുടെ ഹെഡ് ബീറ്റ് പെട്ടെന്ന് കൂടുന്നുണ്ട്. ഇത് 100% കമ്പിളിയാണ്, അതുകൊണ്ട് നിന്റെ മൂക്ക് അതിലേക്ക് ചീറ്റിയാക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചിട്ട് അവൻ ടിഷ്യൂ എടുക്കാൻ പോകുന്നു. മിഞ്ചി ചാടി എണീച്ചിട്ട്, എനിക്കിതെന്ത് പറ്റി? അത് ബോക്സും അല്ലല്ലോ, CEO അല്ലേ, പിന്നെന്താണ് ഇങ്ങനൊരു ഫീലിംഗ് എന്ന് അമ്പരക്കുന്നുണ്ട്. ആവശ്യത്തിൽ കിസ്സിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ പരസ്പരം എന്തു പറയണമെന്ന് പോലും അറിയാതെ വണ്ടിക്കുള്ളിലിരിക്കുകയാണ് ബോക്സും സോജിയോങ്ങും. വണ്ടിക്കുള്ളിൽ ചൂടെടുക്കുന്നു. ഗ്ലാസ് തുറന്നിട്ടല്ലോ എന്ന് ചോദിച്ച് ബോക്സ് വിൻഡോ തുറന്നെങ്കിലും തണുപ്പ് കാരണം പെട്ടെന്ന് തന്നെ അവനത് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് പോയാലോ എന്ന് ചോദിച്ച് അവനവളുടെ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുക്കാൻ ഞാഞ്ഞു ചെന്നെങ്കിലും വേണ്ട, ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞവൾ തടയുന്നു. അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് സ്വന്തം ബെൽറ്റ് ഇടുന്നു. സോജിയോങ്ങിൻ്റെ വെപ്രാളം കണ്ട് അവന് ചിരി വരുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവൻ ഒരു കൈ കൊണ്ട് അവളുടെ കയ്യിൽ പിടിക്കുന്നു. 2 കൈയും ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ അവൾ പറഞ്ഞപ്പോൾ, പേടിക്കേണ്ട, ഞാൻ ബെസ്റ്റ് ഡ്രസ്സറാണ് എന്ന് അവൾ പറയുന്നു. സോജിയോങ് ചിരിച്ചിട്ട്, ഡ്രസ്സറല്ല ഡ്രൈവറാണ് എന്ന് പറയുന്നുണ്ട്. സോജിയോങ് കഴിഞ്ഞ ദിവസം ഒപ്പം ഇരുന്ന് കഴിക്കാൻ വാങ്ങിയ ഐറ്റംസ് ഷിമ്രാൻ്റെ സ്റ്റോറിൽ നിന്ന് സേഹോ ഈ സമയത്ത് വാങ്ങുന്നുണ്ടായിരുന്നു. ഷിമ്രാൻ അവനെ ഒരു ചിരിയോടെ നോക്കുന്നുണ്ട്. സോജിയോങ്ങിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ വരെ ബോക്സ് അവളുടെ കയ്യിൽ പിടിച്ചു ഇരിക്കുകയായിരുന്നു. ഇനി വിടാൻ പറഞ്ഞവൾ കൈ വലിച്ചെടുക്കുന്നുണ്ട്. ഇന്നു മുതൽ നമ്മൾ കപ്പിൾസ് ആണോ എന്നവൻ ചോദിച്ചപ്പോൾ, നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ നിന്റെ ടീച്ചറല്ലേ എന്നവൾ ചോദിക്കുന്നു. എങ്കിൽ പിന്നെ നാളെ മുതൽ കപ്പിൾസ് ആകാമെന്ന് പറഞ്ഞ് അവളുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് അവൻ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നു. സോജിയോങ്ങിന് സ്നാക്സുമായി വന്ന സേഹോ മറഞ്ഞു നിന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്തും സേഹോ സോജിയോങ്ങിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ അറിയാതെ അവളെ കണ്ണെടുക്കാതെ അവൻ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ബോക്സ് അവൻ്റെ അടുത്തെത്തി, നീ വളരെ മിടുക്കനായതുകൊണ്ട്
സോജിയോങ്ങിനെ ചിരിപ്പിക്കാൻ എനിക്കൊരു ഐഡിയ പറഞ്ഞു തരുമോ? അവൾ സുന്ദരിയാണെങ്കിലും വളരെ അപൂർവമായി മാത്രമേ ചിരിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ചെറിയൊരു റിങ് എടുത്ത് കാണിച്ചിട്ട് ഇത് കൊടുത്താൽ അവൾ ചിരിക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നു. അവൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത്, എങ്കിൽ അവൾ ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സേഹോ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ സ്നാക്സ് കൊടുത്താലോ, അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ബോക്സു പറയുന്നത് കേട്ടവൻ ചിരിക്കുന്നു. ആ റിങ്ങിൽ നിന്ന് കയ്യിലോട്ട് തരാൻ പറഞ്ഞെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് ബോക്സു എഴുന്നേറ്റ് പോകുന്നു. അന്ന് രാത്രി ഏറെ വൈകിയും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന സോജിയോങ്ങിന് സേഹോ ഒരു പ്രിൻ്റ് ഔട്ട് കൊണ്ട് കൊടുക്കുന്നു. ഈ പോർഷൻസ് പൊതുവെ ടഫ് ആയതുകൊണ്ട് എൻ്റെ ട്യൂഷൻ ടീച്ചർ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്ന നോട്ട്സാണിത്. എൻ്റെ കയ്യിൽ ഒരു കോപ്പിയുണ്ട്, ഇത് നീ എടുത്തോളാൻ അവൻ പറയുന്നു. സോജിയോങ് അത് തുറന്നു നോക്കിയപ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നിയെങ്കിലും നീ ടീച്ചർക്ക് പ്രത്യേകം ഫീസ് നൽകി പഠിക്കുന്നതല്ലേ, ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവളത് മടക്കി കൊടുക്കുന്നു. ഞാൻ മാത്രം ഇത് ഉപയോഗിച്ച് പഠിച്ച് 1ാം സ്ഥാനം നേടിയാൽ ചീറ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫെയറായി ഒരു മത്സരം നടക്കണമെങ്കിൽ ഇതുപോലെ പഠിക്കുന്നതല്ലേ നല്ലത്. ഇത്തവണ ഞാൻ എന്തായാലും 1ാം സ്ഥാനം വിട്ടുതരില്ല എന്ന് സേഹോ പറയുന്നു. അതിലെനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എന്തായാലും ഇത് കൊണ്ടു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളത് വാങ്ങുന്നു. സോജിയോങ്ങിനെ ചിരിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനബോധത്തോടെയാണ് സേഹോ മടങ്ങാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് അവളുടെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി പുറത്തേക്ക് വന്നത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സോജിയോങ് ചമ്മുന്നുണ്ട്. സേഹോ പുറത്തുപോയി അവൾക്ക് കഴിക്കാൻ സ്നാക്സും വാങ്ങി മടങ്ങിയെത്തിയപ്പോൾ അവൾ ബോക്സുവിനൊപ്പം വരുന്ന അവൻ കൊണ്ടുവന്ന നൂഡിൽസ് കഴിക്കുന്ന അവൻ കാണുന്നു. അവൻ അകത്തേക്ക് കയറാതെ പുറത്തു തന്നെ നിന്ന് ദേഷ്യം കൊണ്ട് കൈകൾ ഞെരിക്കുന്നുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും സേഹോയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അവൻ അന്നത്തെ പോലെ തന്നെ ആ സ്നാക്സ് നൽകാതെ എറിഞ്ഞു കളഞ്ഞിട്ട് തിരികെ മടങ്ങുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞ് ബോക്സുവിൻ്റെ കിസിനെ കുറിച്ച് ചിന്തിച്ച് സോജിയോങ് ആകെ ത്രില്ലടിക്കുന്നുണ്ടെങ്കിലും നീ അവൻ്റെ ടീച്ചറല്ലേ, ഇതൊന്നും ശരിയാകില്ല എന്നവൾ പറയുന്നുണ്ട്. പക്ഷേ അടുത്ത നിമിഷം തന്നെ വീണ്ടും മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോയി അവൾ ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിലേക്ക് വരുമ്പോൾ മുന്നിൽ മിസ്റ്റർ പാർക്കിനെ കണ്ട് ബോക്സ് ഓടിച്ചെന്ന് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇത്രയും കാലത്തിടെ സാർ ചെയ്ത ഏറ്റവും നല്ല കാര്യം കഴിഞ്ഞ ദിവസം സുഖമില്ലാതായതാണ്. ഈ 10 വർഷത്തിനിടയിൽ ആദ്യമായാണ് എനിക്ക് സാറിനോട് ഇത്ര സ്നേഹം തോന്നുന്നത് എന്ന് പറഞ്ഞ് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നതിനാൽ അദ്ദേഹം ചിരിക്കുന്നുണ്ട്. ബോക്സ് അവിടെ നിന്ന് തുള്ളിച്ചാടിയാണ് ക്ലാസ്സിലേക്ക് പോയത്. സോജിയോങ്ങും അതുപോലെ തന്നെ സന്തോഷത്തോടെയാണ് സ്കൂളിലെത്തിയത്. സ്വയം മറന്ന് ചിരിച്ചുകൊണ്ട് നടക്കുന്ന അവളുടെ പുറകെ വന്ന സേഹോ അവളെ വിളിച്ചു നിർത്തിയിട്ട് ടീച്ചർക്ക് നല്ല സുഖമില്ലെന്നാണ് തോന്നുന്നത്, കുട്ടികൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് അത് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. അവൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചിന്തിച്ച് അവൾ മുന്നോട്ട് നടക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് കുറച്ചിൽ പുറകിൽ നിന്ന് ബോക്സ് കണ്ടിരുന്നു. അവർ എന്താണ് സംസാരിച്ചത് എന്ന് ചിന്തിച്ച് അവൻ അസ്വസ്ഥനാകുന്നുണ്ട്. PT പീരീഡ് ഗ്രൗണ്ടിൽ പോകാതെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുമ്പോഴാണ് മടി പിടിച്ചവിടെ ഇരിപ്പുണ്ടായിരുന്ന സോറ മറ്റൊരു കുട്ടിയോട് ഇന്ന് ടീച്ചർ സോജിയോങ്ങും മാനേജറും ഒരുമിച്ചാണ് രാവിലെ വന്നത്. അവർ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ലവേഴ്സ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞവൾ തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ആ കഥ പറയുന്നു. അവർ സ്കൂൾ ടൈമിൽ വളരെ ഫേമസ് ആയിരുന്നു. ടോപ്പ് സ്റ്റുഡൻറ്റ് കപ്പിൾ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ടീച്ചറായിരുന്നു എപ്പോഴും 1ാമത്, മാനേജർക്ക് 2ാം സ്ഥാനവും. ഇതുവരെ എന്നെ തോൽപ്പിച്ചിട്ടുള്ള ഒരേ ഒരാൾ നീയാണ് എന്ന് മാനേജർ പറഞ്ഞപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ജയിക്കാൻ നീ അവസരം ഉണ്ടാക്കി തന്നല്ലേ എന്ന് ടീച്ചർ അദ്ദേഹത്തിൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറയുന്നു. കഥ അത്രയും ആയപ്പോഴേക്കും കേട്ടിരുന്ന ബോക്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ ഇടയ്ക്ക് കയറി ഇതൊന്നും നിർത്തുമോ, സോജിയോങ്ങിന് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നവൻ പറയുന്നു. ആരാണ് ആ ബോയ് ഫ്രണ്ട് എന്നവർ രണ്ടുപേരും ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ ഞാനാണ് എന്ന് പറയാൻ കൊതിച്ചവൻ കൈ തൻ്റെ നേർക്ക് നീട്ടിയെങ്കിലും അത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പിസ്കൽ ഒരിക്കൽ പറഞ്ഞു, സത്യം എപ്പോഴും നിങ്ങൾക്കരികിൽ തന്നെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് ചെവിക്കൊള്ളില്ല. അതുകൊണ്ട് വെറുതെ അതിൻ്റെ ഉത്തരം തിരഞ്ഞെടുക്കേണ്ട ഫ്രണ്ട്സ് എന്ന് ഒരു തത്വചിന്തകനെ പോലെ പറഞ്ഞവൻ നിർത്തുന്നു. പിസ്കലല്ല, പാസ്കലാണ്. എന്തായാലും കുഴപ്പമില്ല, ചേട്ടന് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ചേട്ടൻ്റെ സൗന്ദര്യം മാത്രമാണ് പ്രധാനമെന്ന് സോറ പറയുന്നുണ്ട്. ആ സമയത്ത് ക്ലാസ്സിൻ്റെ വാതിക്കൽ കൂടി പോയ സോജിയോങ് അവനെ കണ്ടി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ബോക്സുവിൻ്റെ മുഖത്ത് നാണത്തോടെയുള്ള ചിരി വിടരുന്നുണ്ട്. അതുകൊണ്ട് കാര്യമറിയാൻ പുറത്തേക്ക് നോക്കി രണ്ടുപേരെയും കണ്ടപ്പോൾ സോജിയോങ് പെട്ടെന്ന് ഞെട്ടിത്തിരിയുന്നു. അവൾ ചമ്മൽ മറയ്ക്കാൻ ഇടിച്ചു കയറി അകത്തേക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ PT ക്ലാസ് അല്ലേ, പിന്നെ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് അവരെ വഴക്ക് പറയുന്നു. സോറ ഒരു ചിരിയോടെ ടീച്ചറിനെ അടുത്തിടെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടി ശരിയല്ലേ എന്ന് ചോദിക്കുന്നു. സോജിയോങ് അന്തം വിട്ട് ബോക്സിനെ ഒന്ന് നോക്കിയിട്ട് സോറ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ബോയ് ഫ്രണ്ടോ, ഏത് ബോയ് ഫ്രണ്ട് എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. ടീച്ചറെ ഇതിത്തിരി ഓവർ റിയാക്ഷൻ അല്ലേ എന്ന് മറ്റേ കുട്ടി പറഞ്ഞപ്പോൾ എനിക്കെല്ലാം അറിയാം, നിങ്ങൾ ഹൈസ്കൂളിൽ വെച്ച് തുടങ്ങിയ ബന്ധമല്ലേ എന്ന് സോറ പറയുന്നു. നീ ഇതെല്ലാം ഇവരോട് പറഞ്ഞു എന്ന രീതിയിൽ സോജിയോങ് ബോക്സുവിനെ നോക്കുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ അവൻ തല ഉലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചറിൻ്റെ ബോയ് ഫ്രണ്ട് മാനേജർ സേഹോ അല്ലേ, അദ്ദേഹം വിദേശത്ത് പോയപ്പോൾ ബ്രേക്കപ്പായി നിങ്ങളിപ്പോൾ വീണ്ടും ഒരുമിച്ചതല്ലേ എന്ന് സോറ ചോദിക്കുന്നു. സോജിയോങ്ങിനും ബോക്സിനും അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. സോജിയോങ് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഞാനും മാനേജറും തമ്മിൽ ഒരു റിലേഷനും ഇല്ല, ആവശ്യമില്ലാതെ ഏതോ റൂമർ പറഞ്ഞുണ്ടാക്കരുത്, നിന്റെ ഈ കഥയെഴുത്ത് ഇന്നത്തോടെ നിർത്തിക്കോ എന്ന് പറഞ്ഞവൾ സോറയെ വഴക്ക് പറയുന്നു. നിങ്ങൾക്ക് ഡേറ്റ് ചെയ്ത് കൂടെ എന്ന് സോറ ചോദിക്കുന്നുണ്ട്. താൻ സങ്കല്പിച്ചു കൂട്ടിയതെല്ലാം വെറുതെ ആയല്ലോ എന്ന നിരാശയിൽ അവളുടെ ശ്രദ്ധ തെറ്റിയപ്പോൾ ബോക്സ് ഒരു കൈകൊണ്ട് മുഖം മറച്ച് സോജിയോങ്ങിനെ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. സോജിയോങ്ങിന് വെപ്രാളമുണ്ടെങ്കിലും അവൾ പുഞ്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.
ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.